സാധാരണ BJP-ക്കാരല്ലെങ്കിൽ ഹൈന്ദവ പാർട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ മുസ്ലിങ്ങൾ, അതുപോലെ മുസ്ലിങ്ങളടങ്ങുന്ന മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവരൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, എന്തെങ്കിലും അവരുടേത് മറന്നീക്കി പുറത്തു വരും. അപ്പോൾ ഈ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ഭീഷണിയാണോ ഇന്ത്യക്കോ, അല്ലെങ്കിൽ നമ്മുടെ ആ കെട്ടുറപ്പിന്, സമുദായ കെട്ടുറപ്പിന് ഒരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടോ? ഇന്ത്യക്കെതിരായിട്ട് അവർ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? ഇല്ലേ, മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതാണ്. മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് തന്നെ ഈ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന കോൺഗ്രസിൻ്റെ അമിതമായ സ്വാധീനം. അപ്പോൾ ആ സ്വാധീനത്തിനോട് ബന്ധപ്പെട്ടൊക്കെയാണ് മുസ്ലിങ്ങൾ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് തന്നെ. കാരണം ഈ ദേശീയ പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വംശീയമായ ഉന്നതികൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ജാതീയമായ ഉന്നതികൾ നിൽക്കുന്ന വിശ്വസിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറിയപ്പോൾ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ദളിതവൽക്കരിക്കപ്പെട്ട ഇത്തരം ആളുകൾ, അങ്ങനെയാണല്ലോ മുസ്ലിങ്ങളെ കണക്കാക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് തുല്യമായിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അവരോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന കൂട്ടായ്മയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം വിഭജിച്ചു നൽകപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആളുകളും അങ്ങോട്ട് പലായനം ചെയ്യണമെന്നാണ് ഈ വിഭജനത്തോട് ബന്ധപ്പെട്ട് വരുന്ന തീരുമാനം. അപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവർക്കും മുസ്ലിങ്ങളായോട് ബന്ധപ്പെട്ടവർ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടവർ ആഗ്രഹിക്കേണ്ടവർക്ക് അങ്ങനെയുമാകാം. അപ്പോൾ നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ടേക്ക് മാറി താമസിക്കണമെന്നും രണ്ട് രാഷ്ട്രങ്ങൾ രൂപീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായമല്ല മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നേതാക്കന്മാരും പുലർത്തിയിട്ടുള്ളത്. മുഹമ്മദ് അലി ജിന്നയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയത്തിൽ അത് അധിഷ്ഠിതമായിരുന്നു. ഏത് ഈ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രത്യേക രാജ്യമെന്ന് പറയുന്നത് അതൊരു അധിഷ്ഠിതമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത്തരമൊരു ആശയത്തിനെതിരായിരുന്നു. അവരെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു സ്വയംഭരണാധികാരമുള്ള ഒരു പ്രദേശം വേണം. പക്ഷേ ആ പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ പുലർത്തുന്നത്. പാകിസ്ഥാൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അവാന്തര വിഭാഗമുണ്ട് മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇതുപോലെ ഒരു സെപ്പറേഷൻ അല്ലായിരുന്നു. അവർ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു ഭൂപ്രദേശം വേണം, അല്ലാതെ രണ്ട് രാജ്യങ്ങളാകണം എന്നുള്ള ഒരു വാദഗതി ആ മുസ്ലിം നേതാക്കന്മാർ ഒരിക്കലും പുലർത്തിയിട്ടില്ല. നമുക്കറിയാം മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ഹസ്രത്ത് മുഹാനി എന്ന് പറയുന്നത്. അപ്പോൾ മുഹാനി എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രവർത്തന മേഖലയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്രത്ത് മുഹാനി എന്ന് പറയുന്ന ആ മുസ്ലിം ലീഗുകാരെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും അവരുടേതായിട്ടുള്ള ഒരു സംസർഗം വളരെ ഗുണകരമായ രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് കൃഷ്ണനോട് ബന്ധപ്പെട്ട് വരുന്ന ആരാധനക്രമങ്ങളിൽ അതിൽ പങ്കെടുക്കുകയും, പ്രത്യേകിച്ച് മധുരൈ പോലുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഈ കൃഷ്ണനോട് ബന്ധപ്പെട്ട് വരുന്ന കവിതകളും രചിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനെ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു ദൈവമെന്ന രീതിയിൽ തന്നെ, അതായത് ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ദൈവിക ഭാവമായിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതായത് മുസ്ലിം ലീഗുകാരനായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യം എന്നൊരു കാര്യമല്ല, ഒരു ഫെഡറൽ സംവിധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭൂപ്രദേശം, അതായത് മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള അധികാരമുള്ള ഒരു ഫെഡറൽ സംവിധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അധികാരമായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തത്. അതായത് റഷ്യയോടെല്ലാം ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, അതായത് USSRനോടെല്ലാം ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അംഗരാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഒരു സൗഹൃദ രാഷ്ട്രമായിട്ട് നിലനിൽക്കേണ്ടതെന്നുള്ളൊരു വാദഗതിയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം ആശയങ്ങൾ പുലർത്തുന്ന ആൾക്കാർ ജിന്നയോട് ബന്ധപ്പെട്ട് വരുന്ന വിഭജനത്തോട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. മുഹാനി തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള, അല്ലെങ്കിൽ അതിന് പുറത്തു കിടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയ്ക്കെതിരെയും നെഹ്റുവിനെതിരെയും ആക്രോശിച്ചുകൊണ്ടായിരുന്നു. കാരണം അവരുടെ തീരുമാനങ്ങളായിരുന്നു ഇന്ത്യയെ വിഭജിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, മുസ്ലിം ലീഗിൻ്റെ ചെയ്തികൾ, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ വിഭജിക്കണമെന്ന് തീരുമാനമെടുത്ത മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങളെ ഇന്ത്യയിലെ ഗാക്സസ് പ്രസ്ഥാനം, അതായത് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഗാക്സസ് പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുണ്ട്. അതായത് 46 ബന്ധപ്പെട്ട് വരുന്ന വിഭജന തീരുമാനം ഉണ്ടാകുന്നു. ആ വിഭജന തീരുമാനം ഉണ്ടാകുമ്പോൾ
ആ വിഭജന കാലഘട്ടത്തിൽ തന്നെ ഈ തീരുമാനങ്ങൾക്കെതിരെ നിലയുന്നൊരു സംഘടനയായിരുന്നു മുസ്ലിങ്ങളുടേതായിട്ടുള്ള സംഘടന. അവിടെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു സായുധ സംഘടനയായിരുന്നു ഗാക്സ പ്രസ്ഥാനം. 1943 ജിന്നയ്ക്കെതിരെ അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജിന്നയെ കൊല്ലാൻ വേണ്ടി മുംബൈയിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല വിഭജന തീരുമാനം വന്ന് 6 ദിവസം കഴിയുമ്പോൾ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഈ ഗാക്സസ് പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന വാളണ്ടിയേഴ്സ് അവിടെ അതിക്രമിച്ചു കിടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കലഹങ്ങളുണ്ടാകുന്നു. ആ കലഹം പിന്നീട് എന്താ പറയുക തെരുവിലേക്ക് വ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് ഗാക്സ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടവർ മുസ്ലിങ്ങളെ ഈ പോലീസ് വിഭാഗം വെടിവെച്ചു കൊള്ളുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു വിഭാഗം ഇന്ത്യയെ വിഭജിച്ച് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളായിരുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യയെ വിഭജിക്കണമെന്നും ഇസ്ലാമികമായ ഒരു രാഷ്ട്രം നിലനിൽക്കണമെന്നുള്ള ഒരു വാദഗതിയുമായി നിലനിന്നിരുന്നവരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ മാതൃഭൂമിയാണെന്നും ആ മാതൃഭൂമിയെ കീറിമുറിച്ചുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കേണ്ടെന്ന് വാദമായിട്ട് നിലയുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പറയപ്പെടേണ്ട ഒരു ആൾ തന്നെയായിരുന്നു ഇൻക്ലാബ് സിന്ദാബ് എന്ന് പറയുന്ന വളരെ വിപ്ലവകരമായ ഒരു മുദ്രാവാക്യം നമുക്ക് സമ്മാനിച്ച ഹസ്രത്ത് മൊഹാനി. അതുപോലെ തന്നെ വലിയൊരു സായുധ സംഘമായി, അതായത് RSS മുന്നോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാടുണ്ട്. RSS മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ജാതീയമായ വംശീയമായ ഉച്ചനീചിത്വങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട ഒരു പ്രദേശമായി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ജാതിയുമായ വംശീയമായ വേർതിരിവിൻ്റെ ഭാഗമായിട്ട് വിഭജിക്കാൻ പാടില്ലെന്നും ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒന്നിച്ചു താമസിക്കണമെന്ന് വാദിച്ച ഒരു കേഡർ സ്വഭാവമുള്ള, അതായത് RSS വെച്ച് നോക്കുമ്പോൾ അതുപോലെയുള്ളൊരു സായുധ വിഭാഗമായിരുന്നു ഗാക്സസ് പ്രസ്ഥാനം. ആ ഗാക്സസ് പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജനവിഭാഗങ്ങളും അല്ലെങ്കിൽ അതിലെ എല്ലാ അംഗങ്ങളും ഇന്ത്യയെ വിഭജിക്കണമെന്നുള്ള തീവ്രമായ ചിന്താഗതിക്ക് അടിമപ്പെട്ടവരായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.